ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ ശ്രീലങ്ക നഗറിൽ നടന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഈ വാർത്താ റിപ്പോർട്ട് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ വാഹനാപകടം. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്കിറങ്ങി ചെല്ലുമ്പോൾ ശരിക്കും ഇതൊരു വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണ്. അതെ, ഒരുപാട് ലെയറുകളുള്ളൊരു കേസ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഒരു സാധാരണ ഹിറ്റ് ആൻഡ് റൺ കേസ് എങ്ങനെയാണ് ഒരു കുടുംബത്തിനുള്ളിലെ ചതിയുടെയും പ്രണയ പകയുടെയും ഒക്കെ കഥയായി മാറിയത്? ഇതില് പോലീസിന്റെ അന്വേഷണം എങ്ങനെ സത്യം പുറത്തു കൊണ്ടുവന്നു എന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തീർച്ചയായും. അപ്പോൾ കഥ തുടങ്ങുന്നത് ശ്രീലങ്ക നഗറിലെ ഒരു ഗ്രാമത്തിലാണ്. 1KLM എന്ന ഗ്രാമം. 27 വയസ്സുള്ള ആശിഷ് കുമാർ ഭാര്യ അഞ്ജലി കുമാറിനൊപ്പം ഒരു സായാഹ്ന സവാരിക്കിറങ്ങുന്നു. ഒരു സാധാരണ വൈകുന്നേരം. അതെ. പക്ഷെ അല്പം കഴിഞ്ഞ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരുന്നു. ഒരു ബൈക്കിടിച്ച് ആശിഷ് കുമാർ മരിച്ചു. കൂടെയുണ്ടായിരുന്ന ഭാര്യ അഞ്ജലിക്ക് നിസ്സാര പരിക്കുകൾ. അപ്പോൾ അഞ്ജലി പോലീസിന് കൊടുത്ത മൊഴി വളരെ ക്ലിയർ ആയിരുന്നു. അവർ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് ഹെൽമെറ്റ് വെച്ച 2 പേർ ഭയങ്കര സ്പീഡിലൊരു ബൈക്കിൽ വന്നു. ബൈക്ക് ആശിഷിനെ ഇടിച്ചു തെറിപ്പിച്ചു. എന്നിട്ട് തന്റെ കമ്മലും ആശിഷിന്റെ ഫോണും തട്ടിയെടുത്തു. അപ്പൊ ഇതൊരു കവർച്ചയായി ചിത്രീകരിക്കാനും ശ്രമിച്ചു. അതെ. എന്നിട്ട് പേടിച്ചു ബോധം കെട്ട് വീണു. തനിക്ക് പിന്നീടൊന്നും ഓർമ്മയില്ല. ഒരു ക്ലാസിക് ഹിറ്റ് ആൻഡ് റൺ കവർച്ചാ കേസ്. ശരിയാണ്. തുടക്കത്തിൽ പോലീസിന് സംശയിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഹിറ്റ് ആൻഡ് റൺ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ടല്ലോ, അതിനോട് കറക്റ്റായി ചേർന്നു പോകുന്ന ഒരു മൊഴിയായിരുന്നു അത്. ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ വാക്കുകളെ അവിശ്വസിക്കാൻ ഒരു കാരണവും തുടക്കത്തിൽ അവർക്ക് തോന്നിയില്ല. ശരിയാണ്. ആ കവർച്ച എന്നൊരു എലമെന്റ് കൂടി വന്നപ്പോ പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ ആ വഴിക്ക് തിരിഞ്ഞു, അല്ലേ? അതെ. അവരുടെ അന്വേഷണം സ്വാഭാവികമായും ആ നാട്ടിലെ മോഷ്ടാക്കളിലേക്കും പിടിച്ചുപറിക്കാറിലേക്കുമൊക്കെയായി. അഞ്ജലി എന്ന ഇരയെ അവർ പൂർണ്ണമായും വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇല്ല. കാരണം ഏത് കുറ്റകൃത്യത്തിലും കുറ്റവാളിയേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ശാസ്ത്രം. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. ആശിഷിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തിയതോടെ. അതെ. അതോടെ അഞ്ജലി പറഞ്ഞ കെട്ടുകഥയുടെ ഓരോ ചീട്ടും കീറിപ്പോകാൻ തുടങ്ങി. എന്തായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ? ഒരു ബൈക്കിടിച്ചാലുണ്ടാകുന്ന പരിക്കുകളിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണ ഒരു ഹിറ്റ് ആൻഡ് റൺ ആക്സിഡന്റിൽ റോഡ് റാഷ് എന്ന് പറയും. അതായത് റോഡിൽ ഉരഞ്ഞുണ്ടാകുന്ന മുറിവുകൾ. ശരിയാണ്. അല്ലെങ്കിൽ വണ്ടിയുടെ ഭാഗങ്ങൾ ഇടിച്ചുണ്ടാകുന്ന ഒടിവുകൾ, ചതവുകൾ, അങ്ങനെയൊക്കെ. പക്ഷെ ആശിഷിന്റെ ശരീരത്തിൽ അങ്ങനത്തെ പരിക്കുകളെ ഉണ്ടായിരുന്നില്ല. പകരം തലയുടെ പിന്നിൽ ഭാരമുള്ള എന്തോ ഒന്നുകൊണ്ട് ആഞ്ഞടിച്ച പോലെയുള്ള ആഴത്തിലുള്ളൊരു മുറിവ്. പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും മർദ്ദനമേറ്റ പാടുകൾ, ഒന്നിലധികം പാടുകൾ. പക്ഷെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ അതായിരുന്നില്ല, അല്ലേ? അല്ല. ഏറ്റവും നിർണായകം കഴുത്തിലെ പാടുകളായിരുന്നു. അത് ശ്വാസം മുട്ടിച്ചു കൊന്നതിന്റെ വളരെ വ്യക്തമായ തെളിവായിരുന്നു. അപ്പൊ ചിത്രം ക്ലിയറായി. വളരെ ക്ലിയറായി. ഇത് വാഹനമിടിച്ചുള്ള മരണമല്ല. ഇത് വ്യക്തിപരമായ വൈരാഗ്യം വെച്ച് നടത്തിയ ഒരു ആക്രമണമാണ്. ക്രൂരമായി മർദ്ദിച്ച് അവസാനം ശ്വാസം മുട്ടിച്ചു കൊന്നതാണ്. ആ ഫോറൻസിക് റിപ്പോർട്ടിലെ വൈരുദ്ധ്യം അതോടെ അഞ്ജലിയുടെ കഥ പൊളിഞ്ഞു. പൂർണ്ണമായും. അപ്പോ സ്വാഭാവികമായും പോലീസിന്റെ അടുത്ത നീക്കം കേസിലെ ഏക ദൃക്സാക്ഷിയായ അഞ്ജലിയെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നതായിരുന്നു. തീർച്ചയായും. പക്ഷെ ഇത്തവണത്തെ ചോദ്യം ചെയ്യൽ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യത്തേത് ഒരു ഇരയോടെ എന്ന നിലയിലായിരുന്നെങ്കിലേ രണ്ടാമത്തേത് ഒരു പ്രതിയോടെ എന്ന നിലയിലായി. അവരുടെ കയ്യിൽ സയന്റിഫിക് എവിഡൻസ് ഉണ്ട്. ഇത് കൊലപാതകമാണെന്ന് അവർക്ക് 100% ഉറപ്പാണ്. അതോടുകൂടിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട ആശിഷ് കുമാർ, ഭാര്യ അഞ്ജലി കുമാർ, പിന്നെ മൂന്നാമതൊരാൾ അഞ്ജലിയുടെ കാമുകൻ സഞ്ജയ്. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ബന്ധം. അതെ. ആ ബന്ധങ്ങളുടെ സങ്കീർണതയാണ് ഈ ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത്. എന്തായിരുന്നു ഇവരുടെ ഭൂതകാലം? കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ആശിഷും അഞ്ജലിയും തമ്മിലുള്ള കല്യാണം. ഒരു അറേഞ്ച് മാരേജ്. പക്ഷെ അതിനും 7 വർഷം മുൻപേ അഞ്ജലിയും അയൽവാസിയായ സഞ്ജയും പ്രണയത്തിലായിരുന്നു. സ്കൂൾ കാലം മുതലുള്ള ബന്ധം. റിപ്പോർട്ടിലെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം അഞ്ജലിയുടെ വീട്ടുകാർക്ക് ഈ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നതാണ്. എന്നിട്ടും അവർ ഈ വിവാഹത്തിന് നിർബന്ധിച്ചോ? അതെ. എന്തിനായിരിക്കും? നമുക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം റിപ്പോർട്ടിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഇല്ല. പക്ഷെ നമുക്ക് ഊഹിക്കാം. ഒരുപക്ഷെ ജാതിയോ
സാമ്പത്തികമോ ആയ പ്രശ്നങ്ങൾ സഞ്ജയുമായുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ഉം. അല്ലെങ്കിൽ ആശിഷുമായുള്ള വിവാഹം കുടുംബത്തിന് നല്ലതാണെന്നവർ കരുതിയിരിക്കാം. കാരണം എന്തുതന്നെയായാലും ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളെക്കാൾ കുടുംബത്തിന്റെ അഭിമാനത്തിന് വില കൽപ്പിച്ച ഒരു തീരുമാനം ഒരു ദുരന്തത്തിനാണ് തുടക്കമിട്ടത്. അഞ്ജലിക്ക് ഈ വിവാഹത്തിലൊട്ടും സന്തോഷമില്ലായിരുന്നു. ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടും സഞ്ജയുമായുള്ള ബന്ധം അവൾ രഹസ്യമായി തുടർന്നു. അതാണ് കൊലപാതകത്തിന്റെ ബേസിക് റീസൺ. പക്ഷെ പെട്ടെന്നിങ്ങനൊരു ക്രൂരകൃത്യത്തിലേക്ക് പോകാൻ ഒരു കാരണം വേണ്ടേ? എന്തായിരുന്നു ആ ഫൈനൽ ട്രിഗർ? അതൊരു ശരിക്കും പറഞ്ഞാൽ നിസ്സാരകാര്യമായിരുന്നു. അഞ്ജലിക്ക് പഠനം തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പഠനം? അതെ. അവളും സഞ്ജയും പണ്ട് പഠിച്ചിരുന്ന അതേ കോളേജിൽ വീണ്ടും അഡ്മിഷൻ എടുക്കാൻ അവൾ ആഗ്രഹിച്ചു. സഞ്ജയ് എന്നും കാണാമല്ലോ, ബന്ധം തുടരാനും എളുപ്പമാണ്. പക്ഷെ ആശിഷ് അതിന് സമ്മതിച്ചില്ല. ഇല്ല. ആ നിഷേധമാണ് ആശിഷിന്റെ മരണത്തിലേക്ക് വഴിവെട്ടിയത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ മരണത്തിന് വെറും 3 ദിവസം മുൻപാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറിയത്. ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരാൾ. ഒരു പക്ഷേ ആശിഷിന് ഈ ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ? സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഭർത്താവെന്ന നിലയിൽ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. കാരണം എന്തായാലും ആ നിഷേധം അഞ്ജലിയെയും സഞ്ജയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധം തുടരാനുള്ള ഒരു വഴി അടയ്ക്കുന്നതിന് തുല്യമായിരുന്നു. അതോടെ വഴിയിലെ തടസ്സമായ ഭർത്താവിനെ തന്നെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. അതെ. ഇതൊരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ചെയ്ത കൊലപാതകമായിരുന്നില്ല. അല്ല, ഒട്ടുമല്ല. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു. കൊലപാതകത്തിന് ഏകദേശം 16 ദിവസം മുൻപ് അഞ്ജലി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ വെച്ചാണ് അഞ്ജലിയും സഞ്ജയും ചേർന്ന് ഈ പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നത്. ആ ഒരു സ്ഥലമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിന്റെ വീട്ടിലെ നിരീക്ഷണത്തിൽ നിന്നും മാറി കൂടുതൽ ഫ്രീഡമുള്ള ഒരിടത്ത് വെച്ച് കാമുകനുമായി വിശദമായി സംസാരിക്കാനും പ്ലാൻ ചെയ്യാനും കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. അവര് രണ്ടുപേരും മാത്രമായിരുന്നില്ല ഈ പദ്ധതിയിൽ. അല്ല. രോഹിത്, സിദ്ധാർത്ഥ് എന്നീ 2 സുഹൃത്തുക്കളെ കൂടി സഞ്ജയ് കൂടെ കൂട്ടി. കൊലപാതകം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ 4 പേരും ചേർന്ന് ആ സ്ഥലം പോയി നിരീക്ഷിച്ചു. അതെ, കൃത്യം നടത്താൻ ഉദ്ദേശിച്ച ആ വിജനമായ സ്ഥലത്തുപോയി സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു. എവിടെ ഒളിച്ചിരിക്കണം, ഏതു വഴിയിലൂടെ രക്ഷപ്പെടണം എന്നെല്ലാം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. ഒരു ക്രൈം ഇത്രയും ആളുകളെ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അതിലൊരുപാട് റിസ്ക്കുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് മനസ്സ് മാറിയാൽ മതി. അല്ലെങ്കിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആരെങ്കിലും ഒന്ന് പിഴച്ചാൽ മതി. പ്ലാൻ മുഴുവൻ പൊളിയും. എന്നിട്ടും അവർ മുന്നോട്ടു പോയി എന്നുള്ളത് അവർക്കൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇനി നമുക്ക് ആ രാത്രിയിലേക്ക് വരാം. കൊലപാതകം നടന്ന ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് അത്താഴം കഴിഞ്ഞ് അഞ്ജലി ഒരു സാധാരണ ഭാര്യയെപ്പോലെ ആശിഷിനോട് നടക്കാൻ പോകാൻ ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ ഒരു സംശയവും തോന്നിയിട്ടുണ്ടാവില്ല. വീട്ടിൽ നിന്നിറങ്ങുന്നതിനു തൊട്ടുമുൻപ് അഞ്ജലി സഞ്ജയ്ക്ക് ഫോണിൽ വിവരം കൊടുത്തു, അവരിറങ്ങുകയാണെന്ന്. അപ്പോഴേക്കും സഞ്ജയും കൂട്ടാളികളും അവർ നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലത്തെത്തിയിരുന്നു. അവിടെയുള്ള കുറ്റിക്കാട്ടില് വടികളും ദണ്ടുകളുമായി അവർ കാത്തിരുന്നു. അഞ്ജലിയും ആശിഷും ആ സ്ഥലത്തേക്ക് നടന്നെത്തിയപ്പോൾ അഞ്ജലി അവർക്കൊരു സിഗ്നൽ കൊടുത്തു. സിഗ്നൽ കിട്ടിയ ഉടൻ ഒഴിച്ചിരുന്ന 3 പേരും ചാടി വീണ് ആശിഷിനെ ആക്രമിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം പങ്കാളി തന്നെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യം. വളരെ ഭയാനകമാണത്. ആശിഷിന് ഒരുപക്ഷെ അവസാന നിമിഷം വരെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളാണ് ചതിക്കുന്നത്. ക്രൂരമായ ആ മർദ്ദനത്തിൽ ആശിഷ് ബോധരഹിതനായി. അതിനുശേഷം സഞ്ജയ് ആശിഷിനെ ശ്വാസം മുട്ടിച്ചു മരണമുറപ്പിച്ചു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന തലയിലെ മുറിവും ശ്വാസം മുട്ടിച്ചതിന്റെ ലക്ഷണങ്ങളും എല്ലാം അതോടെ ക്ലിയറായി. അതിനുശേഷമാണ് അവർ ആ അപകടമരണത്തിന്റെ തിരക്കഥ അവിടെ ഉണ്ടാക്കിയെടുത്തത്. അതെ, കവർച്ചയുടെ ഒരു സീനുകൂടി ചേർത്തത് പോലീസിന്റെ ശ്രദ്ധ പൂർണ്ണമായും വഴിതിരിച്ചുവിടാനായിരുന്നു. എല്ലാം കഴിഞ്ഞ് അഞ്ജലി ബോധരഹിതയായി അഭിനയിച്ച് അവിടെ കിടന്നു. പക്ഷേ ആ അഭിനയം അധികനേരം നീണ്ടുനിന്നില്ല. ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ പോലീസ് അഞ്ജലിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അവരുടെ കയ്യിലെ ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അഞ്ജലിക്ക് പറ്റിയില്ല. ആദ്യം അപകടമാണെന്ന് വാദിച്ചെങ്കിലും ചോദ്യം ചെയ്യൽ കടുത്തപ്പോൾ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ വന്നു തുടങ്ങി. ഒടുവിൽ അവർ എല്ലാം തുറന്നു പറഞ്ഞു. തുടർന്ന് അഞ്ജലിയെയും കാമുകൻ സഞ്ജയെയും സഹായികളായ രോഹിത്, സിദ്ധാർത്ഥ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക കുറ്റം ചുമത്തുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഒരു കുറ്റകൃത്യം എത്രയൊക്കെ ആസൂത്രണം ചെയ്താലും ഒരു ചെറിയ പിഴവ് മതി എല്ലാം തകരാൻ. ഇവിടെ ആ പിഴവ് ഫോറൻസിക് സയൻസ് ആയിരുന്നു. ശരിയാണ്. എന്നാൽ അതിനപ്പുറം വ്യക്തിബന്ധങ്ങളിലെ വിശ്വാസവും വഞ്ചനയും എങ്ങനെയൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഒരു നുണയിൽ തുടങ്ങി ഒരു കുറ്റസമ്മതത്തിൽ അവസാനിച്ച ഒരു കേസ്. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കുമേൽ വരുന്ന സാമൂഹിക സമ്മർദ്ദങ്ങൾ ഒരു വശത്ത്, പ്രണയത്തിനു വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥ മറുവശത്ത്. ഇതിനിടയിൽ നഷ്ടമായത് ഒരു നിരപരാധിയുടെ ജീവനാണ്. സാമൂഹിക സമ്മർദ്ദം ഒരു പ്രധാന കാരണം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ഒരു ക്രൈം ചെയ്യാനുള്ള ആ വ്യക്തികളുടെ മാനസികാവസ്ഥയെയും നമ്മൾ കാണണം. സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവരും കൊലപാതകങ്ങളാകുന്നില്ലല്ലോ. ശരിയാണ്. ഇവിടെ അഞ്ജലിയുടെയും സഞ്ജയിന്റെയും പേഴ്സണൽ ചോയ്സുകൾക്കും അവരുടെ ധാർമ്മിക ബോധത്തിന്റെ അഭാവത്തിനും വലിയ പങ്കുണ്ട്. അതെ. ഈ കേസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ബാക്കിയാവുകയാണ്. നമുക്ക് ചുറ്റുമുള്ള പല ബന്ധങ്ങളിലും പുറമേക്ക് ശാന്തമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഇതുപോലുള്ള എത്രയെത്ര സംഘർഷങ്ങൾ നടക്കുന്നുണ്ടാവാം. ഇരിക്കാൻ ശേഷിയുള്ള എത്രമാത്രം വെറുപ്പും നിരാശയും ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ഇതൊരു ചിന്താവിഷയമാണ്. ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് നന്ദി.